Hello dear friends, welcome to RJ's Physics classes. Plus 2 crash അതിൻ്റെ ആറാമത്തെ വീഡിയോ അതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ 5 മാർക്കിൻ്റെയും 4 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു ആദ്യത്തെ 4 വീഡിയോയിലൂടെ പറഞ്ഞത്. 5-ാമത്തെ വീഡിയോയിൽ ചിലപ്പോൾ 4 മാർക്കിന് അല്ലെങ്കിൽ 3 മാർക്കിന് വരുന്ന ക്വസ്റ്റ്യൻ ഇതായിരുന്നു 5-ാമത്തെ വീഡിയോയിൽ പറഞ്ഞത്. ഈ വീഡിയോയിൽ പറയാൻ പോണതും ചിലപ്പോൾ 4 അല്ലെങ്കിൽ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, 4 മാർക്ക് ഓർ 3 മാർക്ക് ക്വസ്റ്റ്യൻസ് അതാണ് ഈ വീഡിയോയിലും പറയണത്. ഇതിൽ ചെറിയ ഒരു മാറ്റം ഇടയ്ക്ക് വെച്ച് വരുത്തും, കുറച്ച് ന്യൂമറിക്കൽ പ്രോബ്ലംസും കൂടെ ഇതിൽ ഉൾപ്പെടുത്തും. ഓക്കെ, ന്യൂമറിക്കൽ പ്രോബ്ലംസും കൂടെ. എല്ലാ ന്യൂമറിക്കൽസും ചെയ്യാൻ നമുക്ക് സമയമില്ല, അല്ലെങ്കിൽ അതല്ല ഈ വീഡിയോ സീരീസിൻ്റെ ലക്ഷ്യം. കുറച്ച് സെറ്റ് ക്വസ്റ്റ്യൻസ് അത് നമുക്ക് കിട്ടുകയാണെങ്കിൽ എക്സ്ട്രാ അഡ്വാൻറ്റേജ്, അത്രമാത്രം. നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ ബോണസ് ആണ്. ഓക്കെ, സോ ആ ക്വസ്റ്റ്യൻസ് കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു, അതിൻ്റെയും കൂടെ മാർക്ക് നമുക്ക് എക്സ്ട്രാ കിട്ടും. ഇല്ലെങ്കിലും മാക്സിമം മാർക്ക് കിട്ടാനുള്ള ചാൻസ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട് നമുക്കറിയാം. കാരണം 120 മാർക്കിന് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിലൊരു 10-12 മാർക്കിന് പ്രോബ്ലംസ് വന്നാൽ അത് വിട്ടാലും നമുക്കൊന്നും സംഭവിക്കാനില്ല. പിന്നെയും 108 മാർക്കുണ്ട്. ആ 108 മാർക്കിൽ നമുക്ക് ആകെ 60 മാർക്ക് മതി. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പ്രോബ്ലംസ് വിട്ടു എന്നുള്ളത് കൊണ്ട് ഒന്നും സംഭവിക്കില്ല. പിന്നെ നമ്മൾ മനസ്സിലാക്കിയ ഒരു പ്രോബ്ലം ആണെങ്കിൽ അപ്പം നമുക്കത് ചെയ്യാലോ, ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ. ഓക്കെ, സോ ആദ്യം പറയണത് ഇതിലെ 3 മാർക്ക് ക്വസ്റ്റ്യൻസിൽ ബാൻഡ് തിയറി ഓഫ് സോളിഡ്. ബാൻഡ് തിയറി ഓഫ് സോളിഡ്. ഓക്കെ, സോ സോളിഡിൻ്റെ ബാൻഡ് തിയറി. ഓക്കെ, സോളിഡ് ആൻഡ് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞ പാർട്ടിൽ വരുന്നതാണ് ബാൻഡ് തിയറി ഓഫ് സോളിഡ്. ഓക്കെ, സോ ഒരു ആറ്റത്തിൽ നോർമലി എനർജി എന്ന് പറയുന്നത് ഒരു ആറ്റം മാത്രമാണെങ്കിൽ സിംഗിൾ ലെവലാണ് ഉണ്ടാവുക, ഒരു ഇലക്ട്രോൺ മാത്രമാണെങ്കിൽ സിംഗിൾ ലെവലാണ് ഉണ്ടാവുക. പക്ഷെ ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് ആണെങ്കിൽ എനർജി ലെവലും എന്താണ്, സിംഗിളിന് പകരം ഒരു ബാൻഡ് ഉണ്ടാവുക, ഒരു കൂട്ടം. ഓക്കെ, ഇലക്ട്രോൺസിൻ്റെ കേസിലും അങ്ങനെ തന്നെയാണ്. സോ ഔട്ടർമോസ്റ്റ് ഷെല്ലിൻ്റെ റേഞ്ച് ഓഫ് എനർജീനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വാലൻസ് ബാൻഡ്. ഓക്കെ, ദെൻ ഫ്രീ ഇലക്ട്രോണിൻ്റെ റേഞ്ച് ഓഫ് എനർജീനെ വിളിക്കുന്ന പേരാണ് കണ്ടക്ഷൻ ബാൻഡ്. ഇതാണ് കണ്ടക്ടറിൻ്റെ ബാൻഡ് ഡയഗ്രാം. കണ്ടക്ടറിൻ്റെ ബാൻഡ് ഡയഗ്രാം ഇങ്ങനെയാണ് വരിക. വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും ഓവർലാപ്പ് ചെയ്ത് നിൽക്കും. ഇനി ഇൻസുലേറ്ററിൻ്റെ കേസിലാണെങ്കിൽ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ ഒരു ഹ്യൂജ് എനർജി ഗ്യാപ്പ് ഉണ്ടാവും ഓഫ് ദി ഓർഡർ ഓഫ് 5 to 7 ഇലക്ട്രോൺ വോൾട്ട്. ഈ എനർജി ഗ്യാപ്പ് അതിനെയാണ് നമ്മൾ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് വിളിക്കണേ. ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്നാണ് അതിനെ വിളിക്കുക. ദ എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ വാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ്. ഇതാണ് ഇൻസുലേറ്റർ. ഇനി ചില മെറ്റീരിയൽസിൽ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ ഒരു ചെറിയ എനർജി ഡിഫറൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ ഒരു ചെറിയ എനർജി ഡിഫറൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ ഓഫ് ദി ഓർഡർ ഓഫ് 1 ഇലക്ട്രോൺ വോൾട്ട്. ഇങ്ങനെയുള്ള മെറ്റീരിയൽസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെമി കണ്ടക്ടർ. ഓക്കെ, ഇത് 3 മാർക്കായിട്ട് ചോദിക്കാം, 3 എണ്ണം കൂടെ 2 മാർക്കായിട്ട് ചോദിക്കാം, ഏതെങ്കിലും ഒന്ന്. ഓക്കെ, സോ അപ്പോൾ കണ്ടക്ടറിൻ്റെയും ഇൻസുലേറ്ററിൻ്റെയും സെമി കണ്ടക്ടറിൻ്റെയും ബാൻഡ് ഡയഗ്രാം. ഓക്കെ, അതിൽ നിന്ന് അടുത്തൊരു ക്വസ്റ്റ്യനും കൂടി ആൻസർ നിങ്ങൾക്ക് കിട്ടി. ഫോർബിഡൻ എനർജി ഗ്യാപ്പ്. ഇറ്റ് ഈസ് എ എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ വാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ്. ക്ലിയർ ആയില്ലേ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഓക്കെ, സോ അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കിട്ടി, ബാൻഡ് തിയറി ഓഫ് സോളിഡ്സ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അതിൽ വരുന്നത് ലോസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ആണ്.
ലോസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. ഈ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി നമുക്കറിയാം, ലൈറ്റ് വന്നിടിക്കുമ്പോൾ ഇലക്ട്രോൺ ഇജക്റ്റ് ചെയ്യണ പ്രോസസ്, അതിനെ വിളിക്കണ പേരാണ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. അങ്ങനെ ഇലക്ട്രോണിനെ പുറത്തു കൊണ്ടുപോകാൻ വേണ്ട മിനിമം എനർജീനെ വിളിക്കണ പേരാണ് വർക്ക് ഫംഗ്ഷൻ. വർക്ക് ഫംഗ്ഷന്റെ ഇക്വേഷൻ ആണ് hν അല്ലെങ്കിൽ hc by lambda. Okay, so the minimum energy required to eject electron from a metal, അതിനെ വിളിക്കണ പേരാണ് വർക്ക് ഫംഗ്ഷൻ. വർക്ക് ഫംഗ്ഷന്റെ ഇക്വേഷൻ ആണ് hν അല്ലെങ്കിൽ hc by lambda. ഓക്കെ, സോ ഇങ്ങനെയുള്ള ഒരു ഡിസ്ചാർജ് ട്യൂബിൽ നമ്മൾ ഒരു പവർ സപ്ലൈ കൊടുക്കുകയാണ്. ദെൻ ഇവിടെ ഒരു റിയോസ്റ്റാറ്റ് കണക്ട് ചെയ്യും, ഒരു മില്ലി അമ്മീറ്ററും. നോർമലി ഇവിടുന്ന് ഇപ്പോൾ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട് വിചാരിക്കുക, ആ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാലും അമ്മീറ്ററിൽ കറണ്ട് ഉണ്ടാവില്ല, കാരണം ഇത് ഡിസ്കണക്റ്റഡ് ആണ്. പക്ഷേ ഇവിടേക്ക് എന്തെങ്കിലും റേഡിയേഷൻ വന്നിടിച്ചാൽ ആ മൊമെന്റിൽ ഇതിൽ റീഡിങ് കാണിക്കാൻ തുടങ്ങും. ഓക്കെ, അവിടെ 3 ഫാക്ടേഴ്സ് ആണ് ചേഞ്ച് ചെയ്തത്. ഒന്ന് ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്, ഫ്രീക്വൻസി ഓഫ് ലൈറ്റ് ആൻഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഇത് വെച്ചിട്ടാണ് ലോസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ പറഞ്ഞത്. ഒന്നാമത്തെ, ഇവിടെ ഫോട്ടോ കറണ്ടും ഇവിടെ ഇൻറ്റൻസിറ്റിയും. സോ ഫസ്റ്റ് വൺ, photo current is directly proportional to intensity. ഇതാണ് ഒന്നാമത്തെ ഇക്വേഷൻ, ഒന്നാമത്തെ സെന്റൻസ്. ഇനി രണ്ടാമത്തെ, ഫോട്ടോ കറണ്ടും ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും. ഫോട്ടോ കറണ്ട് ആൻഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, ഇങ്ങനെയാണ് ഗ്രാഫ് വരിക. ഇതിൽ റിവേഴ്സ് വോൾട്ടേജ് കൊടുക്കുമ്പോൾ ഒക്കെ ഒരു പോയിന്റ് ചെന്നിട്ടാണ് നിൽക്കുക. ഈ വോൾട്ടേജിനെ വിളിക്കണ പേരാണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. ദ മിനിമം വോൾട്ടേജ് റിക്വയർഡ് ടു സ്റ്റോപ്പ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. ഈ കൊടുക്കണ വോൾട്ടേജ് തിരിച്ചു വയ്ക്കുക, റിവേഴ്സ് വോൾട്ടേജ് ആണ്. ഇതാണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. ഇത് ഓരോന്നും ഓരോ ഇൻറ്റൻസിറ്റിയാണ്. I1 ലെസ് ദാൻ I2 ലെസ് ദാൻ I3. ഓക്കെ, ഇങ്ങനെയാണ്. സോ ഇവിടുന്ന് കിട്ടുന്ന രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഇൻറ്റൻസിറ്റി. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഇൻറ്റൻസിറ്റി. അതാണ് നമുക്ക് കിട്ടുന്ന രണ്ടാമത്തെ പോയിന്റ്. ലോസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എമിഷന്റെ ഫസ്റ്റ് പോയിന്റ്, photo current is proportional to intensity. Second point, stopping potential is independent of intensity. Third one, ഇങ്ങനെയാണ് അതിൻ്റെ ഗ്രാഫ് വരിക. ഇവിടെ ഫോട്ടോ കറണ്ടും ഇവിടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും. ഒറ്റ ഗ്രാഫാണ് ഇങ്ങോട്ട് വരുള്ളൂ ഏത് ഫ്രീക്വൻസി ആണെങ്കിലും. പക്ഷേ ഫ്രീക്വൻസി മാറുന്നതിനനുസരിച്ചിട്ട് ലെഫ്റ്റിലേക്കുള്ള വാല്യൂ വ്യത്യാസം വന്നുകൊണ്ടേയിരിക്കും. ഇവിടുന്ന് കിട്ടിയതാണ് മൂന്നാമത്തെ പോയിന്റ്, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഡിപ്പെൻഡ്സ് ഓൺ ഫ്രീക്വൻസി. നാലാമത്തെ ഗ്രാഫ് ഇങ്ങനെയാണ്. ഇവിടെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും ഇവിടെ ഫ്രീക്വൻസി. There is a minimum frequency called threshold frequency. There is a minimum frequency called threshold frequency. Below this, there is no photoelectric emission. Okay. ഇതിൻ്റെ സ്ലോപ്പ് എന്താ കിട്ടുകയെന്ന് ചോദിച്ചാൽ h/e ആണ്. V0 ഫ്രീക്വൻസി ഗ്രാഫിൻ്റെ സ്ലോപ്പ് h/e ആണ്. ഓക്കെ, സോ 4 പോയിന്റ്സിനെയാണ് നമ്മൾ ലോസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എന്ന് വിളിക്കണേ. ഒന്നാമത്തെ പോയിന്റ്, ഫോട്ടോ കറണ്ട് ഈസ് പ്രൊപ്പോർഷണൽ ടു ഇൻറ്റൻസിറ്റി. രണ്ടാമത്തെ പോയിന്റ്, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഇൻറ്റൻസിറ്റി. മൂന്നാമത്തെ പോയിന്റ്, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഡിപ്പെൻഡ്സ് ഓൺ ഫ്രീക്വൻസി.
നാലാമത്തെ പോയിന്റ്, ദർ ഇസ് എ മിനിമം ഫ്രീക്വൻസി കോൾഡ് threshold frequency. Below this there is no photoelectric emission. ഈ 4 പോയിന്റ്സ് പഠിച്ചാൽ ലോസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ആയി. പിന്നെ അത് എന്തിനാ പരത്തി പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഐഡിയ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിന്റെ ഡെഫിനിഷൻ കിട്ടി. The minimum energy required to eject electron from a metal, it's called work function. അതിന്റെ ഇക്വേഷൻ ആണ് h nu or hc by lambda. Okay, then stopping potential കിട്ടി. The stopping potential, it is the reverse voltage required to stop photoelectric emission. Slope of V0 frequency graph, it is h by e. ഓക്കെ, സോ ഈ ഒരു ലോ പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് എന്ത് കിട്ടി? പിന്നെ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എന്താണെന്നും കിട്ടി. വെൻ റേഡിയേഷൻ ഓഫ് സ്യൂട്ടബിൾ ഫ്രീക്വൻസി ഇൻസിഡന്റ് ഓൺ എ മെറ്റൽ സർഫസ്, ഇലക്ട്രോൺസ് വിൽ ഇജെക്ട് ഫ്രം ഇറ്റ്. അതിനെ നമ്മൾ വിളിച്ച പേരാണ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. ഹെൻറിച്ച് ഹേർട്സ് കണ്ടുപിടിച്ച റൂള്. ഓക്കെ, സോ ആ ഐഡിയ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. എന്താണ്? Radiation of suitable frequency incident on a metal surface, electrons will eject from the surface. Okay, പിന്നെ വർക്ക് ഫംഗ്ഷൻ കിട്ടി, then stopping potential കിട്ടി, അതേമാതിരി തന്നെ സ്ലോപ്പ് കിട്ടി. ഓക്കെ, ഇനി ഈ ഐഡിയ അറിയണ കുട്ടിക്ക് ഐൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ, ഓക്കെ, എക്സ്പ്ലനേഷൻ ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ബൈ ആൽബർട്ട് ഐൻസ്റ്റീൻ, അത് ഈസി ആയിട്ട് കിട്ടും. അതാണ് നമ്മളുടെ അടുത്ത ടോപ്പിക്, ഇതിനെ ബേസ് ചെയ്തിട്ട്. ഓക്കെ, സോ എക്സ്പ്ലനേഷൻ ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ഓർ ഐൻസ്റ്റീൻസ് എക്സ്പ്ലനേഷൻ. ഐഡിയ സിമ്പിൾ ആണ്. ഇത് തന്നെ തുടങ്ങാം. എച്ച് ന്യൂ എന്ന് പറഞ്ഞ എനർജി ഇവിടെ വന്ന് ഇടിച്ചു. എച്ച് ന്യൂ 0 ആണ് ഇലക്ട്രോണിനെ പുറത്തെടുക്കാൻ. പുറത്തു വരുന്ന ആളുടെ എനർജി EV0. 13 ജൂൾ എനർജി അല്ലെങ്കിൽ 13 ഇലക്ട്രോൺ വോൾട്ട് എനർജി ഇവിടുന്ന് വരികയാണ്. ഇതിന്ന് പുറത്തേക്ക് എടുക്കണമെങ്കിൽ 6 ഇലക്ട്രോൺ വോൾട്ട് എനർജി വേണം. ഇവിടെ 8 ഇലക്ട്രോൺ വോൾട്ട് എനർജി ഉണ്ടാവും. ഓക്കെ, സോ ഐൻസ്റ്റീൻ പറഞ്ഞ സെന്റൻസ് ഇങ്ങനെയാണ്. ഫസ്റ്റ് സെന്റൻസ്, 1 ഫോട്ടോൺ ക്യാൻ ഇജെക്ട് 1 ഇലക്ട്രോൺ. ഒരു ഫോട്ടോണിന് ഒരു ഇലക്ട്രോണിനെ ഇജെക്ട് ചെയ്യാം. ഓക്കെ, കുറേ ഫോട്ടോണുകൾ കൂടിയിട്ട് ഒരു ഇലക്ട്രോണിനെ ഇജക്റ്റ് ചെയ്യില്ല. രണ്ടാമത്തെ, ഇൻറ്റൻസിറ്റി ഇൻക്രീസസ് മീൻസ് നമ്പർ ഓഫ് ഫോട്ടോൺസ് ഇൻക്രീസസ്. മൂന്നാമത്തെ, ഫ്രീക്വൻസി ഇൻക്രീസസ് മീൻസ് എനർജി ഓഫ് ഫോട്ടോൺ ഇൻക്രീസസ്. എനർജി ഓഫ് ഫോട്ടോൺ ഇൻക്രീസസ്. ആ രണ്ടും നമുക്കും അറിയാം. കാരണം ഫോട്ടോൺ എന്ന് പറഞ്ഞാൽ ലൈറ്റിൻ്റെ എനർജി പാക്കറ്റ് അല്ലേ. സ്വാഭാവികമായിട്ടും എന്താണ്? ഇൻറ്റൻസിറ്റി കൂടിയ നമ്പർ ഓഫ് ഫോട്ടോൺസ് കൂടും, ഫ്രീക്വൻസി കൂടിയ എനർജി ഓഫ് ഫോട്ടോൺ കൂടും. ഓക്കെ, അത് നമുക്കും അറിയണ കാര്യമാണ്, സംശയമൊന്നുമില്ല. ഇനി ഐൻസ്റ്റീൻ കൊടുത്ത ഇക്വേഷൻ എങ്ങനെയാണ്? എച്ച് ന്യൂവിൻ്റെ ഒരു ഭാഗം എച്ച് ന്യൂ 0, ബാക്കി ഭാഗം EV0. സോ എച്ച് ന്യൂ ഈക്വൽ ടു എച്ച് ന്യൂ 0 പ്ലസ് EV0. or EV0 equal to h nu minus h nu 0. V0 equal to h by e into nu minus h by e into nu 0. It is of the form y equal to mx plus c. So V0 frequency graph in the slope എന്താന്ന് ചോദിച്ചാൽ no doubt it is h by e. mx plus c അല്ലേ. ഓക്കെ, അപ്പം നമുക്ക് സ്ലോപ്പ് കിട്ടും h by e. ലോജിക് ക്ലിയർ ആയില്ലേ? ആ പറഞ്ഞ ഐഡിയ വളരെ സിമ്പിളാണ്. ഇനി ഇത് ഐൻസ്റ്റീൻ പറയേണ്ടി വന്നത് ഈസിയാണ്. ഹേർട്സിനോട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തുകൊണ്ടാന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നപ്പോൾ അതിന് ഉത്തരം കിട്ടിയില്ല. അതായിരുന്നു ഐൻസ്റ്റീൻ എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, സോ അത് നമ്മളെ മലപ്പുറം ഭാഷയാണ് അതിന് ഏറ്റവും നല്ലത്. ഓക്കെ, എന്തുകൊണ്ട് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇൻറ്റൻസിറ്റി, എന്തുകൊണ്ട് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഡിപ്പെൻഡ്സ് ഓൺ ഫ്രീക്വൻസി, എന്തുകൊണ്ട് ദർ ഈസ് എ മിനിമം ഫ്രീക്വൻസി കോൾഡ് ത്രെഷോൾഡ് ഫ്രീക്വൻസി ബിലോ വിച്ച് ദർ ഈസ് നോ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. മലപ്പുറം ജില്ലയിലെ സാധാരണക്കാരിൽ സാധാരണക്കാരായ വ്യക്തികൾ പറയാറുള്ള ഒരു സെൻറ്റൻസ് ആണ്, ആള് കൂടിയ പാമ്പ് ചാവില്ല. അല്ലെ, കുറേ ആളുണ്ട് എന്നുള്ളതുകൊണ്ട് ഒരു കാര്യം നടന്നോളന്നില്ല, കഴിവുള്ള ഒരുത്തനെങ്കിലും വേണമെന്നാണ്. ഈ ഒറ്റ സെൻറ്റൻസ് മതി ഐൻസ്റ്റീൻ പറഞ്ഞ ഈ കാര്യങ്ങൾ മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ.
ആൾ കൂടിയാൽ പാമ്പ് ചാവില്ല. ഞാൻ സെൻറ്റൻസ് ഒന്ന് ഇതിലേക്ക് എടുത്തു നോക്കിയേ. ഒരു വീട്ടിൽ പാമ്പിനെ കണ്ടു. വീട്ടിലുള്ള ആളുകൾക്ക് പേടിയായിരുന്നു. അവർ ഒച്ച ഉണ്ടാക്കി പാമ്പ് എന്ന് പറഞ്ഞിട്ട്. അതിൽ പുറത്തുനിന്ന് കുറേ ആളുകൾ വന്നു. ഈ ആളുകൾക്ക് ആ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് പാമ്പിനെ റിമൂവ് ചെയ്യണം. ഒറ്റ ആൾക്കും ധൈര്യമില്ല വിചാരിക്കുക. ആ പാമ്പ് അവിടെ തന്നെ ഉണ്ടാവും. ഒപ്പം കുറേ ഡയലോഗുകൾ ഉണ്ടാവും. മുരിങ്ങേൻ്റെ വടി ഉണ്ടെങ്കിൽ കൊണ്ടിടായിരുന്നു, അല്ലെങ്കിൽ വലിയൊരു പച്ച വടി ഉണ്ടെങ്കിൽ കൊണ്ടിടായിരുന്നു, അങ്ങനെ ചെയ്യായിരുന്നു, ഇങ്ങനെ ചെയ്യായിരുന്നു എന്ന് പറഞ്ഞിട്ട് എന്താണ് പറയുക, ആയിരക്കണക്കിന് നിർദ്ദേശങ്ങൾ വരും. പാമ്പ് അവിടെ തന്നെ ഉണ്ടാവും. അതേസമയം ധൈര്യമുള്ള ഒരുത്തന വന്നെന്നുണ്ടെങ്കിലോ അവൻ കിട്ടിയ വടി കൊണ്ട് അതിനെ തോണ്ടി കുറച്ച് ദൂരത്തുള്ള ഏതെങ്കിലും ഭാഗത്തേക്ക് ഇട്ടിട്ട് അവൻ അവൻ്റെ വഴിക്ക് പോകും. സോ ധൈര്യമുള്ള ഒരാളെങ്കിലും ഉണ്ടെങ്കിലാണ് അവിടെ ആക്ടിവിറ്റി നടക്കുള്ളൂ. ഇനി ആലോചിച്ച് നോക്കിയേ, 10 ലക്ഷം ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരാൾക്കും എനർജി ഇല്ലെങ്കിൽ ദർ ഇസ് നോ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ, ദർ ഇസ് നോ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. ഒരുത്തനെങ്കിലും മിനിമം എനർജി വേണം. അതാണ് ദർ ഇസ് മിനിമം ഫ്രീക്വൻസി കോൾഡ് ത്രെഷോൾഡ് ഫ്രീക്വൻസി ബിലോ വിച്ച് ദർ ഇസ് നോ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. പറഞ്ഞ ഐഡിയ കിട്ടിയില്ലേ? സോ അത് തന്നെ ഇതും കിട്ടില്ലേ? ആ വരണാക്ക് എനർജി കൂടിയാൽ ഈ 13, 18 ആയാൽ ഇത് 6 മതി. സ്വാഭാവികമായിട്ട് ഇവിടെ 12 ഉണ്ടാവും. അപ്പം തിരിച്ചു വലിക്കുമ്പോഴും 12 വേണ്ടി വരും. ഐഡിയ കിട്ടിയോ? സോ ആ ചാപ്റ്ററിൻ്റെ അറൗണ്ട് 70% അല്ലെങ്കിൽ അതിൻ്റെ എസെൻസ് എന്ന് പറയണത് ഈ ക്വാണ്ടിറ്റിയാണ്. ഇത്രയും അറിയണ കുട്ടിക്ക് ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ ഏകദേശം 80% ഐഡിയയും കിട്ടും. ഇനി ആ ചാപ്റ്റർ ഒന്ന് വായിച്ചു നോക്കുക. അതിലെല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഞാൻ പോണത് പ്രോബ്ലംസ് അല്ലെങ്കിൽ ന്യൂമറിക്കൽസിൻ്റെ സെഷനിലേക്കാണ്. ഫിസിക്സിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലംസ് എന്താണെന്ന് ചോദിച്ചാൽ പ്രോബ്ലംസ് തന്നെയാണ് എന്നാണ് മിക്കവാറും ആൾക്കാരും പറയാം. കുറേ പ്രോബ്ലം തന്നെയാണ്, സംശയമൊന്നുമില്ല. നമ്മളെ അങ്ങോട്ട് തല ചുറ്റിച്ച് നാശാക്കണ കുറേ പ്രോബ്ലങ്ങളുണ്ട്. പക്ഷേ പാവം ഹയർ സെക്കൻഡറി എക്സാമിന് അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും വരാറില്ല. സോ നമുക്ക് കുറച്ച് പ്രോബ്ലംസിലൂടെ പോവാം. ഈ സീരീസിൽ വന്നാൽ നിങ്ങൾ എഴുതണം, അതാണ് കണ്ടീഷൻ. ഇതുപോലത്തെ പ്രോബ്ലം വന്നാൽ നമുക്ക് എഴുതാമല്ലോ. സോ ഫസ്റ്റ് കണ്ടീഷൻ Q ഈക്വൽ ടു ±NE. അതുകൊണ്ട് എന്തൊക്കെ ക്വസ്റ്റ്യൻ വരാം? ചാർജിന്റെ യൂണിറ്റ് കൂളം. ഇലക്ട്രോണിന്റെ ചാർജ് 1.6 × 10⁻⁻19 കൂളം. ഇത് ലോഗരിതം ടേബിളിലുണ്ട്. അഥവാ നമുക്ക് ഓർമ്മയില്ലെങ്കിൽ ആ ടേബിൾ നോക്കിയിട്ട് എന്ത് ചെയ്താൽ മതി, പഠിച്ചാൽ മതി. സോ 1.6 × 10⁻⁻19 കൂളം ആണ് എന്ത് വരുന്നത്? ചാർജ് ഓഫ് ഇലക്ട്രോൺ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ മെനി ഇലക്ട്രോൺസ് വിൽ പ്രസന്റ് ഇൻ 1 കൂളം? ശരിക്കും ആ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. ഹൗ മെനി എന്ന് പറഞ്ഞാൽ n ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇൻ 1 കൂളം. അപ്പൊ Q തന്നു, E ആണ് കാണാൻ പറഞ്ഞത്. സോ അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സിമ്പിൾ അല്ലേ? എങ്ങനെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം? n എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. n ഈസ് ഈക്വൽ ടു Q/E എന്ന് പറഞ്ഞാൽ 1 കൂളം ബൈ 1.6 × 10⁻⁻19 കൂളം. നമ്മളെ കയ്യിൽ സയന്റിഫിക് കാൽക്കുലേറ്റർ ഉണ്ടാവില്ലേ? അതിലിരുന്ന് ഞെക്കിയാൽ പോരെ. 1 ഡിവൈഡഡ് ബൈ 1.6 × 10⁻⁻10⁻² എന്ന് എഴുതാൻ ഇങ്ങനൊരു സിമ്പല്, ഇങ്ങനെ ഒരു ആരോ ഹെഡ് പോലത്തെ നിൽക്കുന്ന ഒരു സംഭവം രണ്ടാമത്തെ ലൈനിൽ കാണാം സയന്റിഫിക് കാൽക്കുലേറ്ററിൻ്റെ. അത് ഞെക്കിയ 10⁻² എന്നുള്ളതിലേക്ക് നമുക്ക് എത്തിക്കാം. അല്ലെങ്കിൽ 10⁻² നേരിട്ട് കിട്ടാൻ ഏറ്റവും താഴെ ഈക്വൽ സൈൻ്റെ ലെഫ്റ്റിൽ EXP എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ടാവും. അപ്പോൾ 10⁻² എന്ന് എഴുതണ്ട, 1.6 EXP -19 എഴുതിയാൽ മതി. അതാണ് കൊടുക്കുമ്പോൾ എന്താണോ കിട്ടുക അതായിരിക്കും ആൻസർ. നമ്മൾ വേറെ ഒന്നും ആലോചിക്കേണ്ട. 1 ഡിവൈഡഡ് ബൈ 1.6 × 10⁻⁻19. അതിൻ്റെ ഉത്തരം കിട്ടും 6.25 × 10⁻18 ഇലക്ട്രോൺസ്. 6.25 × 10⁻18 ഇലക്ട്രോൺസ്. ആ ക്വസ്റ്റ്യൻ സിമ്പിൾ അല്ലേ? ആ ഒരു ഇക്വേഷൻ പഠിച്ചാൽ പോരെ. അടുത്ത ചോദ്യം, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. Can a charge of 6.4 × 10⁻⁻20 കൂളം is possible? എന്ന് പറഞ്ഞാൽ ക്വാണ്ടൈസേഷൻ്റെ ഐഡിയ പ്രകാരം n should be a perfect number. ഫ്രാക്ഷൻ വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ 2.3, 3.4 ഇങ്ങനെ പോയിന്റ് സംഖ്യകൾ വരാൻ പാടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും
Can a charge of 6.4 into 10 raised to minus 20 coulomb is possible? എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അതിൻ്റെ ആൻസർ സിമ്പിൾ ആണ്. N ഈക്വൽ ടു Q ബൈ E. N ചാർജ് നമുക്ക് തന്നിട്ടുണ്ട് 6.4 ഇൻറ്റു 10 റേസ് ടു മൈനസ് 20 ബൈ E നമുക്കറിയാം 1.6 ഇൻറ്റു 10 റേസ് ടു മൈനസ് 19. ഈ രണ്ട് സംഖ്യകൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഫുൾ നമ്പർ കിട്ടിയാൽ നമ്മൾ ധൈര്യമായിട്ട് എഴുതും ഇറ്റ് ഈസ് പോസിബിൾ. പോയിന്റ് സംഖ്യ കിട്ടിയാൽ നമ്മൾ എഴുതും ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. വേറെ ഒന്നും ചെയ്യാനില്ല. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ തന്ന ചാർജിനെ 1.6 ഇൻറ്റു 10 റേസ് ടു മൈനസ് 19 കൊണ്ടാണ് ഹരിക്കുക. അങ്ങനെ ഹരിക്കുമ്പോൾ ഫുൾ നമ്പർ ആണോ ഇറ്റ് ഈസ് പോസിബിൾ, പോയിന്റ് സംഖ്യയാണോ ഇറ്റ് ഈസ് ഇംപോസിബിൾ, അത്ര എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ ആവും. ലോജിക് ക്ലിയർ അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ ഈ ടൈപ്പ് പ്രോബ്ലം ചോദിക്കുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് ചെയ്തുകൂടെ, ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട്. ഓക്കെയാണ്. ഇനി അടുത്ത സെറ്റ് കൂളംസ് ലോ എന്ന് പറഞ്ഞ് ലോനെ ബേസ് ചെയ്തിട്ട് ഞാൻ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. 2 milli coulomb and 6 milli coulomb separated by 60 centimeter in air. Find the force between the charges. Two charges 2 milli coulomb and 6 milli coulomb are separated by 60 centimeter in air. Find the force between the charges. Very simple. F ന്റെ വാല്യൂ കാണാനാണ് പറഞ്ഞത്. F is equal to 9 into 10 raised to 9 into 2 milli coulomb 2 into 10 raised to minus 3, 6 milli coulomb 6 into 10 raised to minus 3 divided by 60 സെൻറ്റിമീറ്ററിനെ മീറ്ററിക്ക് മാറ്റുമ്പോൾ 0.6, അതിൻ്റെ സ്ക്വയർ 36 ഇൻറ്റു 10 റേസ് ടു മൈനസ് 2. 9ഉം 36ഉം വെട്ടും 4, 2ഉം 4ഉം വെട്ടുമ്പോൾ 2, ഇത് വെട്ടുമ്പോൾ 3. ഓക്കെ, ഇനി 10 റേസ് ടു മൈനസ് 6 ഇവിടെ ഉണ്ട്. ഇത് മുകളിലേക്ക് പോകുമ്പോൾ 10 റേസ് ടു പ്ലസ് 2. സോ 9ഉം 2ഉം 11, 11 6 കുറച്ചാൽ 5, 3 into 10 raised to 5 Newton. ഓക്കെ, ആ സംഖ്യേനെ പറ്റി നമ്മൾ ഒരിക്കലും ടെൻസ്ഡ് ആവണ്ട, അത് കാൽക്കുലേറ്റർ നമുക്ക് തന്നോളൂ. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ. ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ഓഫ് എ മീഡിയം ഇസ് 8. ഫൈൻഡ് ഇറ്റ്സ് അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി. റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് എ മീഡിയം ഇസ് 8. ഫൈൻഡ് ഇറ്റ്സ് അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി. നമുക്ക് ഇക്വേഷൻ അറിയാം. എപ്സിലോൺ ഈക്വൽ ടു എപ്സിലോൺ 0 എപ്സിലോൺ r. എപ്സിലോൺ 0ൻ്റെ വാല്യൂ 8.854 ഇൻറ്റു 10 റേസ് ടു മൈനസ് 12 ഇൻറ്റു 8. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും 7.08 ഇൻറ്റു 10 റേസ് ടു 11. എന്തായിരിക്കും എപ്സിലോൺ 0ൻ്റെ യൂണിറ്റ് വരിക? ഇതിൻ്റെ ഇക്വേഷൻ നമുക്കറിയാലോ. F is equal to 1/4 pi epsilon 0 Q1 Q2 by R square. എപ്സിലോൺ 0 ഇങ്ങോട്ട് വരും, F താഴേക്ക് വരും. സോ കൂളം സ്ക്വയർ പെർ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ. അപ്പോൾ എപ്സിലോണിൻ്റെ യൂണിറ്റും കൂടെ പഠിച്ചില്ലേ? ഓക്കെ, കൂളം സ്ക്വയർ പെർ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. A charge Q is placed at the center of a cube. Find the flux emitting through one face of the cube. Okay, so Q ചാർജ് കാരണം എത്ര ഫ്ലക്സ് ആണെന്ന് ചോദിച്ചാൽ ഗോസ് തിയറം പ്രകാരം Q by epsilon 0. ഈ ഫ്ലക്സ് ക്യൂബിൻ്റെ 6 ഫേസിലൂടെയാണ്. ക്യൂബിന് എത്ര ഫേസ് ഉണ്ട് നോക്കാം. വളരെ സിമ്പിൾ അല്ലേ? നമ്മളിരിക്കുന്ന ക്ലാസ് റൂം ക്യൂബായിട്ട് എടുക്കുക. 4 ചുറ്റും 4 ചുമരുകൾ, 1 തറണ്ട്, രണ്ടാമത്തെ റൂഫുണ്ട്. മൊത്തം എത്രയായി? 6 എണ്ണം. 6 ഫേസ് കൂടെ ഇതാണ് ഫ്ലക്സ് എങ്കിൽ ഒരു ഫേസ് കൂടെ എമിറ്റ് ചെയ്യുക എത്രയായിരിക്കും? 1/6 Q by epsilon 0. ഈ പ്രോബ്ലത്തിനെ ഇനി നിങ്ങൾക്ക് ഒരുപാട് ഭാഗങ്ങളാക്കി മാറ്റാം. ഈ ചാർജ് ഇരിക്കണത് ഇവിടെ ആണെങ്കിൽ അപ്പം നമ്മൾ ഇതിനെ വേറൊരു ഗോഷ്യൻ സർഫസും കൂടെ ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കാം, അടുത്തൊരു ക്യൂബും കൂടി. കാരണം നമ്മൾ സിമ്മട്രിക് സർഫസ് ആണ് എപ്പോഴും സെലക്ട് ചെയ്യാം. ഇങ്ങനെ ഒരു ക്യൂബും കൂടി ഉണ്ട്. അപ്പം 2 ക്യൂബിലൂടെ എമിറ്റ് ചെയ്യണ ഫ്ലക്സ് ഇതാണ്. ഒരു ക്യൂബ് കൂടെ എത്രയായിരിക്കും? ഹാഫ് ഓഫ് ദാറ്റ് വാല്യൂ. ഇതിരിക്കണത് ഇവിടെയാണ് വിചാരിച്ചോളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ താഴെ 4 ക്യൂബ്, മുകളിൽ 4 ക്യൂബ്.
8 ക്യൂബിൻ്റെ സെൻട്രലാണ് ഇതിരിക്കുക. അപ്പോൾ ഫ്ലക്സ് ഇതാണ്. അപ്പോൾ ഒരു ക്യൂബ് കൂടെ 1/8 Q/ε0. ഇങ്ങനെ ഒരു സ്ക്വയറിൻ്റെ സെൻറ്ററിന്ന് പകുതി ദൂരം, ഇതിൻ്റെ സൈഡ് എ ആണെങ്കിൽ A/2 ഉയരത്തിലായിട്ട് ഒരു ചാർജ് വെച്ചിട്ടുണ്ട്. ആ സ്ക്വയർ കൂടെ എമിറ്റ് ചെയ്യണ ഫ്ലക്സ് എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ എങ്ങനെ എഴുതുക? ഇവിടെ ഇമാജിനറി ആയിട്ട് ഇങ്ങനൊരു സർഫസ് ഉണ്ട് എന്ന് വിചാരിക്കാം. അപ്പോഴല്ലേ ഇത് സിമ്മട്രിക്കൽ ആയിട്ട് മാറുക. ഇപ്പോൾ ഇത് ക്യൂബൻ അല്ലേ. സോ ഈ സ്ക്വയർ എന്ന് പറയുന്നത് ക്യൂബിൻ്റെ ഒരു സൈഡാണ്. അപ്പോൾ ഇതന്നെ ആയിരിക്കും ആൻസർ കിട്ടുക. ഓക്കെ, ഞാൻ അടുത്തൊരു ചോദ്യം ചോദിക്കാം. ഈ ക്യൂബിൻ്റെ ഉള്ളിൽ കുറേ ഡൈപോളുകൾ കൊണ്ടുപോയി വെച്ചാൽ ഇതിൻ്റെ ഒരു ഫേസ് കൂടെ എമിറ്റ് ചെയ്യണ ഫ്ലക്സ് എത്രയെന്നാണ്. സോ ഈ ക്യൂബിൻ്റെ സെൻട്രലായിട്ട് കുറേ ഡൈപോളുകൾ കൊണ്ടുപോയി വെച്ചാൽ എത്ര ഫ്ലക്സ് ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. ഡൈപോളിൻ്റെ ടോട്ടൽ ചാർജ് 0 ആണ് വരിക. സ്വാഭാവികമായിട്ടും ഫ്ലക്സും എന്തെന്നായിരിക്കും 0 എന്നാണ് കിട്ടുക. ഐഡിയ കിട്ടിയോ? പ്രശ്നമൊന്നുമില്ലല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. 20 millifarad and C are connected with 12 volt supply. Find the capacitance if the effective capacitance is 4 millifarad. അത് കണ്ടുപിടിക്കുക ഇങ്ങനെയാണ്. 2 കപ്പാസിറ്ററുകൾ സീരീസ്. സോ 1/C ഈക്വൽ ടു 1/C1 പ്ലസ് 1/C2. അപ്പോൾ 1/C എന്താ വരിക? 1/4 മൈനസ് 1/20. 20 മൈനസ് 4 ഡിവൈഡഡ് ബൈ 20 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 16/20 ഇൻറ്റു 4. ഇത് വെട്ടുമ്പോൾ 4/20 എന്ന് പറഞ്ഞാൽ 1/5. 1/C 1/5 ആണ്. അപ്പോൾ C is equal to എന്ത് കിട്ടും? 5 millifarad. 5 millifarad ആണ് ഇതിൻ്റെ ആൻസർ വരിക. വളരെ സിമ്പിളാണത്. കപ്പാസിറ്റൻസ് ഇൻ സീരീസിൻ്റെ ഇക്വേഷൻ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. 1/C ഈക്വൽ ടു 1/C1 പ്ലസ് 1/C2. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും 1/C എന്ന് പറഞ്ഞാൽ 1/5. ഇപ്പോൾ C എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് കിട്ടും? 5 കിട്ടും. ഓക്കെ, ഇനി ഫൈൻഡ് ദ ചാർജ് ഓൺ ഈച്ച് കപ്പാസിറ്റർ. ഇറ്റ്സ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. സീരീസ് കണക്ഷനിൽ ചാർജ് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ടോട്ടൽ ചാർജ് എത്രയെന്ന് നോക്കുക. സിമ്പിൾ. വോൾട്ടേജ് 12, ടോട്ടൽ കപ്പാസിറ്റൻസ് 4. Q ഈക്വൽ ടു CV എന്ന് പറഞ്ഞാൽ എന്ത് വരും? 4 ഇൻറ്റു 12 48 മില്ലിക്കൂളം. ഇതായിരിക്കും 7ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഐഡിയ ക്ലിയർ ആയില്ലേ? സീരീസിൽ ചാർജ് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, സ്വാഭാവികമായിട്ടും ആ വോൾട്ടേജ് ഇൻറ്റു കപ്പാസിറ്റൻസ് കണ്ട ചാർജ് കിട്ടും. Q ഈക്വൽ ടു CV. അടുത്തത് ഫൈൻ V അക്രോസ് C എന്നാണ്. ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് നമുക്കറിയാം. CV1. ഇതിൻ്റെ ഇക്വേഷൻ നമ്മൾ എന്താ എഴുതിയിരുന്നത്? V ഈക്വൽ ടു V1 പ്ലസ് V2. ഓക്കെ, V1 ഈക്വൽ ടു Q/C1, V2 ഈക്വൽ ടു Q/C2. ഉറപ്പല്ലേ? സോ ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എത്രയെന്ന് ചോദിച്ചാൽ 48 ഡിവൈഡഡ് ബൈ 5. 48/5 എന്ന് പറയുമ്പോൾ 9.6 വോൾട്ട്. 9.6 വോൾട്ട് ആയിരിക്കും അതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് വരിക. ഐഡിയ കിട്ടിയോ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് അടുത്തത്. ഇതിൽ ഫൈൻ വോൾട്ടേജ് അക്രോസ് 4 millifarad എന്നാണ് ക്വസ്റ്റ്യൻ. ഇങ്ങനത്തെ ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും ആദ്യം ചെയ്യേണ്ടത് ടോട്ടൽ ചാർജ് കണ്ടുപിടിക്കാം. ആദ്യം ടോട്ടൽ കപ്പാസിറ്റൻസ് കാണുക. 4 2 6. 4 2 6 എന്ന് പറഞ്ഞാൽ C1 പ്ലസ് C2. ദെൻ 6 3 2. ഇതിൻ്റെ ടോട്ടൽ കപ്പാസിറ്റൻസ് വരിക 2 ആണ്. ഇത് രണ്ടും കൂടി കൂട്ടണം. ഇതിൻ്റെ ഇക്വേഷൻ C1 C2 ബൈ C1 പ്ലസ് C2. അപ്പോൾ ടോട്ടൽ കപ്പാസിറ്റൻസ് കിട്ടുക 2 millifarad. ഇത് രണ്ടിൻ്റെയും കൂടി ടോട്ടൽ കാണാൻ 4 പ്ലസ് 2 6. ഇനി അപ്പോൾ ഇതൊറ്റൊന്ന്, ഇത് രണ്ടും കൂടിയും കൂടിയ 6 millifarad. ഇത് 3. C1 C2 ബൈ C1 പ്ലസ് C2. ഇതിൻ്റെ ആൻസർ കിട്ടുക 2 millifarad. ദെൻ ടോട്ടൽ ചാർജ് കാണുക. ടോട്ടൽ ചാർജ് എന്ന് പറയുമ്പോൾ വോൾട്ടേജ് ഇൻറ്റു കപ്പാസിറ്റൻസ്.
24 millicoulomb. ഓക്കെ, 24 millicoulomb. പറഞ്ഞ ഐഡിയ ക്ലിയർ ആയില്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ. ഇനി ഇതിനെ ക്രോസ് ഉള്ള വോൾട്ടേജ് എത്രയെന്ന് ചോദിച്ചാൽ 24 V1 ഈക്വൽ ടു Q ബൈ C1 അല്ലേ? ഓക്കെ, 24 ഡിവൈഡഡ് ബൈ 3, ആൻസർ ഈസ് 8 വോൾട്ട്. ആകെ 12 വോൾട്ടാണ്, അതിൽ 8 വോൾട്ട് ഇയാൾ കൊണ്ടുപോയി. അപ്പോൾ ബാക്കി ഇതിനെ ക്രോസ് എത്ര വോൾട്ട് ഉണ്ടാവുക? 4 വോൾട്ട്. ഇത് പാരൽ കണക്ഷൻ ആണ്. പാരൽ കണക്ഷനിൽ വോൾട്ടേജ് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഇതിനെ ക്രോസ് അല്ലെങ്കിൽ ഇതിനെ ക്രോസ് ഉള്ള വോൾട്ടേജ് എത്രയെന്ന് ചോദിച്ചാൽ 4 വോൾട്ട്. ഏകദേശം 12ഓളം ക്വസ്റ്റ്യൻസ് ഓർ 12ഓളം ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഇതേപോലെ ഇനി റെസിസ്റ്റൻസിൻ്റെയും വരും. ഇതിൽ മനസ്സിലാക്കേണ്ട ഫാക്ടർ ഇത്രയേ ഉള്ളൂ. ഇങ്ങനൊരു കേസ് കിട്ടിയാൽ ആദ്യം ടോട്ടൽ കപ്പാസിറ്റൻസ്, പിന്നെ ടോട്ടൽ ചാർജ്. ഇതിനെ ക്രോസ് ഉള്ള വോൾട്ടേജ് ഞാൻ വെറുതെ കണ്ടുപിടിച്ചതാണ് കോംപ്ലിക്കേഷൻ ഒഴിവാക്കാൻ. കാരണം ടോട്ടൽ 12 വോൾട്ടാണ്, ഇതിനെ ക്രോസ് 8 വോൾട്ട് ആണെങ്കിൽ ബാക്കിയല്ലേ ഇതിനെ ക്രോസ് ഉണ്ടാവുള്ളൂ. അതെത്രയാണ്? 4 വോൾട്ടാണ്. ഓക്കെ, സോ ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, അടുത്ത വീഡിയോ വരേക്കും ബൈ.